അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവേ, ബഹുമാനപ്പെട്ട തടത്തിലച്ച, കുര്യാക്കോസ് അച്ച, ബാക്കി വൈദികരെ, PDMA-യുടെ ഭാരവാഹികളെ, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. പിതാവും തടത്തിൽ അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ ഈ പരീക്ഷയെ സമീപിക്കേണ്ടതും അതിൻ്റെ ആവശ്യവും, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താനായിട്ട് ഒത്തിരി പേര് ഇതിനു വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ മാത്രമല്ല, ഇതിൻ്റെ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നവരെ മെന്റേഴ്സിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പിതാവും അതോടൊപ്പം തന്നെ തടത്തിലച്ഛനൊക്കെ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ ഞാൻ ചില കാര്യങ്ങൾ ഇത് കൂട്ടിച്ചേർക്കുന്നത് മാത്രം. ഞാൻ ഈ പ്രോഗ്രാമിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി ഇന്ന് രാവിലെ. മക്കൾക്ക് ഒന്ന് ഓർക്കെ ആർക്കെല്ലാം വായിക്കാവോ അത്? എക്സാം ഈസി. എക്സാംസ് ഈസി അല്ല, അതിന് ഇടയ്ക്കൊരു ഒരു ചോദ്യചിഹ്നം കൂടെ ഉണ്ടല്ലേ? മലയാളത്തിൽ പറഞ്ഞാൽ എന്തായിരിക്കും? പിതാവ് പറഞ്ഞു മലയാളത്തിന് ഇച്ചിരി കൂടെ പ്രാധാന്യം കൊടുക്കണമെന്ന്. പരീക്ഷയോ? പരീക്ഷ എളുപ്പം. പരീക്ഷയോ? അതെന്ത്? അത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇറ്റ്സ് വെരി പരീക്ഷയോ? അതാരാ പറഞ്ഞത്? ജൂനിയേഴ്സ് ആണോ സീനിയേഴ്സ് ആണോ? മെന്റർമാരൊന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. ഇത്രയും നല്ല മിടുക്കന്മാരും മിടുക്കികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പരീക്ഷയോ? അത് നിസ്സാരമല്ലേ? അപ്പോൾ പരീക്ഷയോ? നിസ്സാരമല്ലേ? നിസ്സാരമാണ്. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റുന്നവരൊന്ന് കൈവക്കാവോ? പരീക്ഷയോ? അത് എളുപ്പമല്ലെന്ന് പറയാൻ പറ്റുന്നവരൊക്കെ ഒരു തംസപ്പ് കാണിക്കാവോ? ക്യാരൽ, സിറിൽ, ഓക്കെ, ഓൾറൈറ്റ്. നല്ലൊരു സൂചനയാണ്. ഞാൻ ചില ചോദ്യങ്ങളിൽ തുടങ്ങാം. ചാറ്റ് ബോക്സിൽ പറ്റുമെങ്കിൽ ഉത്തരം ഇടുക കേട്ടോ. ഡു വി നീഡ് എക്സാംസ്? എന്നോട് കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ ചോദിച്ചിരിക്കുന്ന കാര്യം, എൻ്റെ സാറേ എൻ്റെ വല്ല ആവശ്യമുണ്ടോ സാറേ? എന്തിനായി പരീക്ഷയൊക്കെ? ഇതെല്ലാം ചോദിച്ചിട്ട് പറയാം, സാറേ 2 ക്വസ്റ്റ്യൻ പറഞ്ഞു തരാമോ? എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഡു വി നീഡ് എക്സാംസ്? യെസ്. ഫെലിക്സ് says no. Okay. Yes and എലന, ചെസിലിന്റെ മകളാന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് ഏസും നോയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഏസും നോയും പറഞ്ഞ നോട്ടാ എന്ന് പറയാം അല്ലേ? യേസ് പറഞ്ഞ ആർക്കേലും ഒരാൾക്ക് കൈപൊക്കാം, ഒരാൾക്ക് ഞാൻ ചാൻസ് തരാം. എന്തുകൊണ്ടാണ് പരീക്ഷ വേണമെന്ന് പറഞ്ഞത്? എനിവൺ ക്യാൻ ഓപ്റ്റ്. ഡാനിയൽ, കമോൺ. ഡാനിയൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? We need exams because they test our knowledge and can also be important for the future generation as you grow up. Okay, very good. Okay. If it is to test your knowledge, your parents also can do that, no? എന്തിനാ നമ്മള് ഇങ്ങനെ വേറെ വല്ലവനും ഒക്കെ പരീക്ഷ നടത്തുന്നത്? Elena, I think you wanted to say something. Why did you say yes? I can see you. Elena? Why did you say yes and no? സാറിപ്പം ചില സമയത്ത് എക്സാംസ് ഇമ്പോർട്ടന്റ് ആയില്ല, ചില സമയത്ത് ഭയങ്കര നീഡഡ് സംഭവം. പക്ഷെ ചില സമയത്ത് ലൈക്ക് ഈ കുഞ്ഞു ടെസ്റ്റ് പേപ്പേഴ്സ് ഇല്ലേ, അത് ആക്ച്വലി നീഡഡ് അല്ല. എന്തുകൊണ്ട് നീഡഡ് അല്ല? കാരണം ഏതൊരു വേ നമ്മള് ഇതെല്ലാം പഠിച്ച് അവസാനം ഒരു എക്സാം ഉണ്ട്. അവസാനത്തെ ഒരാഴ്ച. അപ്പം ഇന്നങ്ങ് തുടങ്ങുകയല്ലേ? എന്നാ പരീക്ഷ? 2-ാം തീയതി. 2-ാം തീയതി. അപ്പോൾ ഇപ്പോഴൊക്കെ പഠിച്ചാ പോരെ? അതെ. അതല്ല ചോദിച്ചത്. അപ്പോൾ എലനോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ 2-ാം തീയതി. വാട്ട്സ് ദ ഡേറ്റ് ടുഡേ? 12th. ഓക്കെ, 12th. You got around how many days? 20 days. ഈ കഴിഞ്ഞ 8 മാസം പഠിച്ച ഒരാളുമായിട്ട് എലന എങ്ങനെ മത്സരിക്കുന്ന പറയുന്നത്? അല്ല, കഴിഞ്ഞ 8 മാസം ആയിട്ട് പഠിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ when did your class start?
അതിന്റെ തുടക്കം മുതലേ കഴിഞ്ഞ ജൂലൈ തൊട്ട് നിങ്ങളുടെ പഠിച്ചിരിക്കുന്ന ഒരാളുമായിട്ട് 20 ദിവസം പഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ്? വാട്ട് ആർ ദ ചാൻസസ് ദാറ്റ് യു ഹാവ്? ശരി, അത് ഓഡ് ചാൻസസ് ആണ്. Okay. The chances are more or chances are less? Chances are less. Okay. So do you need exams? Yes. Okay. All right. I'll give you just an example why exams are needed. Okay. You know this person? Yes. Yeah, who is that? Usain Who Bolt. is- Usain Bolt. Bolt. Why I didn't choose the latest Olympic champion? Why I am still using his picture? You know why? Because he has the highest record. He has the world record. It has not been broken yet. Okay. So I am taking his example. And he's standing on the victory stand, and everybody knows him. Everybody knows him. Okay. But if you want to be on a victory stand, you need to have a competition. You can't just build a stand like that. You can ask any carpenter, he'll build one for you, and you stand on that, take a photograph. Who is going to respect you? So if you need, and if you have to be measured, your performance has to be measured by somebody. Okay. And there has to be a competition. Or somebody can say, I am the best. They'll ask, compared to whom? Compared to whom? There is a job for you. There's a career for you. They are recruiting somebody. And you go there and say, please choose me. I am the best. And he said, how? And they'll ask you, what do you know about the person next to you? Do you better than the person standing behind you? Show me the proof. And that proof very often is a piece of paper, unfortunately. Something is recorded there. Or how do they evaluate? Or they look at Ken and say, oh, he's a handsome guy, so we are going to select him. He's going to select him as a computer specialist. Does Ken's looks matter? Do they matter? No. Do his looks matter there? Or what? His certificate? Or his certificate? Or the competitions he has participated while he was a student? So, unfortunately, whether you like it or not, there's a lot of competition. നമ്മൾ പൗലോസ്ലീഹ വരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, അല്ലേ? അത് ഒരു ആത്മീയ ജീവിതത്തിൽ വരെ അങ്ങനെ ഒരു മത്സരം എന്ന് പറയുന്നില്ല. We are trying to be better. And in our spiritual life, we are not competing with anybody. We are competing with what the Lord has told us to do. Okay. And is there anything else where you need to compete? Where you need to work? മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഉപമയുണ്ടല്ലേ? ഏത് ഉപമയാ? ആർക്കെങ്കിലും പറയാമോ? ഏതിന്റെയാ? വേറെ താലന്തുകളുടെ ഉപമ നിങ്ങൾ കേട്ടിട്ടില്ലേ? The parable of the talents. The parable of the talents. താലന്തുകളുടെ ഉപമ. അതിൽ ഒരാൾക്ക് 5 കൊടുത്തു, ഒരാൾക്ക് 2 കൊടുത്തു, ഒരുത്തന് എത്ര കൊടുത്തു? 1. അതിനകത്ത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ 2 കൊടുത്തവനോട് അത് 10 ആക്കിയോന്നല്ല ചോദിക്കുന്നത്. 2 കൊടുത്തവൻ എത്രയാക്കി? 4 ആക്കിയതേ ഉള്ളൂ. Was the master happy with him? No. Hello? No. Yes. Was the master happy with him? Yes. Okay. Yes. He was not judged for not making it 10. The one who got 5, he turned it into 10. One who got 2, he turned it into 4. Happy. Excellent. Well done.
അതാണ് തടത്തിലച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ, 2 കിട്ടിയോ പത്താക്കണ്ട, 10 അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് 10 ചിലപ്പോൾ സാധ്യമല്ല. പക്ഷെ 1 കിട്ടിയവന് അത് 1.5 ആക്കിയായിരുന്നു അവൻ രക്ഷപ്പെട്ടവനെ. അപ്പോൾ എന്റെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാം ഉണ്ടല്ലോ, ദൈവം നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിവ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കണക്ക് ബോധ്യപ്പെടുത്തിയേ പറ്റും. You have to work hard and convert that talent God has given, whatever it is. It may be in physics, it may be in chemistry, it may be in Malayalam, I don't know. And you have to multiply that. You are expected to do that. And so, because you have to stand on a victory stand at the end of your life also. Yes or no? Yes or no? Yes. Yes. Okay. ആ ഓട്ടം, ആ മത്സരം നന്നായിട്ട് പൂർത്തിയാക്കി ദൈവം നൽകുന്ന വിജയപീഠത്തിൽ നിൽക്കേണ്ടവരാണ്. അത് വളരെ ഇങ്ങനെ വായുവിലുള്ള ഒരു പ്രവർത്തനമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിലെല്ലാം നമ്മൾ ഓരോ ദിവസം മെച്ചപ്പെട്ട് വരേണ്ടതാണ്. അപ്പോൾ ഒരു വിക്ടറി സ്റ്റാൻഡ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണോ വേണ്ടയോ? Yes or no? Look at these pictures. Can you see the pictures? Yes. Yes. It starts 5:30 in the morning. 3 hours. And there is in YouTube, there is an interview conducted by BBC. I don't know if it is still there, where you can see him vomiting. He's practicing, vomiting. He's vomiting water. And he lies down exhausted. And the camera goes down and tells him, no, okay. And he said, I don't want to run anymore. Then he suddenly gets up and he said, I have this competition coming. I have to practice again. Okay, so if you have to stand on a victory stand tomorrow, you need to practice, you need to compete. You need to compete. And for Usain Bolt, it is a victory stand. My question to you, do you have a victory stand in mind? In your career? Since time is limited, I am not going to everything. എല്ലാത്തിലേക്ക് കടക്കുന്നില്ല കേട്ടോ. ഒരു കരിയറിനെ പറ്റി പറയാം. ഒരു കരിയർ വിക്ടറി സ്റ്റാൻഡ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ? Yes. Show me your hands, those of you have a career victory stand in mind. അങ്ങനെ ഇല്ലാത്തൊരു പ്രത്യേകിച്ച് പഠിക്കണ്ട കേട്ടോ. ചുമ്മാ അറിവ് ശേഖരിക്കാനാണെങ്കിൽ നിങ്ങൾ പരീക്ഷ ഒന്നും എഴുതാൻ, അങ്ങനെ കഷ്ടിച്ച് ജയിച്ചാൽ മതി. അപ്പനും അമ്മ ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ പറയാം നീ ഇത് മാനേജ് ചെയ്തോ. ചില പേരൻസ് പറയും കേട്ടോ, ഓ ഞാൻ 3 തലമുറയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, 3 തലമുറയ്ക്ക് ഇരുന്ന് ജീവിക്കാനുള്ള ഏതൊരു തമാശക്കാരൻ പറഞ്ഞു, ഒരു കൊരണ്ടിയാ. ഓക്കെ, അതല്ല. ഓക്കെ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബാക്കി പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പോലും വേണ്ട. ബട്ട് ഇഫ് യു ഹാവ് a career victory stand, there's going to be competition. There's going to be a tough competition. Now you are going to compete even with artificial intelligence. Okay, so, and that victory stand is a passionate dream, a career dream. Okay, the earlier you have that, the more you will practice, the more you will prepare for your exams. Okay, you know this girl, Kalpana Chawla. Who is this girl? Astronaut. Okay. She's the first Indian woman astronaut. Okay, you know, she was from a village, an extremely remote village in Haryana called Karnal village. There was hardly something called a building called a school. Okay. And there, for some sort of a practice, these people had come there, something to do with space. And she saw an aeroplane there. Okay. And the first time she saw this there, because they had come for some sort of an experiment. And she was so fascinated. And a poor village girl who couldn't even dream of being an astronaut, a spark was created and it became a fire. Okay. And that made her study. Okay. She heard about what is aerospace. She heard about astronomy. She learned about space experiments, rockets. And from that village, that remote village,
She ended up in NASA. Can you imagine that? And for that, she had to work really hard. She had to pass so many examinations. And some of the examinations are very tough because they were scholarship exams because she didn't have the money to study without a scholarship. So any of you attending this program, you can set big victory stands for yourselves. But you have to work hard. You have to compete. You have to compete. You know, I don't know, can you count the number of people there with her? Unfortunately, it ended up as a tragedy. That was not their fault. 7. Okay. You know from how many thousands, how many thousands apply for this post? And so you can imagine the competition there. So this is a free space for you, okay, if you have the passion to do that, okay. So I'm not going straight to your examination. Whatever I tell you, you are not going to practice, you are not going to do anything until and unless you have a victory stand in front of you. And if you really feel the need for that, you have to study hard, you have to perform well in your examinations, and if you want to perform examinations, I can give you some tips to perform better. Okay. And studying, if you don't like studying, here is another person who is considered as, you know who this guy is? Mike Tyson. Mike Tyson or no? Muhammad Sorry. Ali. Muhammad Ali. Muhammad Ali is considered the greatest athlete ever. Okay. I don't want to get into the story of that. We don't have much time. But see what he has said. He is considered the greatest athlete. He was voted as the greatest athlete of the 20th century. During the millennium celebrations, a lot of surveys were considered. Even now, he is considered the greatest athlete. He is no more. Can somebody read what is written there? I hated every minute of training. I hated every minute of training, but I said, don't quit, suffer now, and live the rest of your life as a champion. Once again, can all of you repeat what is written there? I hated every minute of As a champion. Okay, rest of your life. If I convert this to what's happening to you, I know all of you hate studying. I can read your faces. Sir, I don't want to study. I know some of you hate studying, but don't quit. Because if you study hard now, you can live the rest of your life as a champion, as an engineer, as a doctor, as a teacher, as a computer specialist, as a chartered accountant, I don't know, as a champion in some great careers. So, but you have to work hard. You may hate it now, but don't quit. And my next question to you, are you ready for your exams? Are you ready for your exams? Yes, Are sir. you? Are you? Yes. Or are you like the guy in the picture? No. I am giving you a choice. Be very truthful. I don't know whether your parents are listening to you, but don't bother. Tell me the truth. There is a choice A. Look at their faces, what they're doing. You saw that? That's A. I'm going to give you a choice. Or there is B. Which are you now? Tell me the truth. A. A or B. A? How many of you have B? How many chose B? Who? Now, not what you want to be. I want to know what's your real situation now. The exams are coming. A. Okay. Do you want to move? Do you want to move from A to B? Show me your hands. How many of you want to move from A to B? Who? Okay. All right, good. Then I'm going to give you some tips. Are you ready? Okay. You should have effective study habits. I know some of the parents are also listening to this program. Okay. Please make sure, I know some of you may not have a lot of space where you stay, but the students should be given a study ambience. What do you mean by ambience? Can someone tell me what do you mean by ambience? Your surroundings. Your Yes, surroundings. What's a study ambience? There shouldn't be too many distractions. There shouldn't be too much noise.
there shouldn't be too much, as much as possible. No, if you are living in a city, definitely there will be sound. Okay, but then the wall in front of there, you put Taylor Swift's photo, Shah Rukh Khan's photo, this fellow's photo, that fellow's photo. Or you may have one or two pictures, maybe spiritual like pictures, but don't put all the pictures of all the superstars you like. There shouldn't be too much noise, and it shouldn't be orderly. What's very cluttered, books here and there. Your study table should be very, very neat. It should be very orderly. And I know students who spend half an hour searching for a book. 1 hour searching for a book. അമ്മേ ഇവിടെ വെച്ച കെമിസ്ട്രി ബുക്ക് ഉണ്ടോ? അമ്മ പറയുന്നു ഇല്ല. എന്തിനാ? എവിടെ വെച്ചതാണ്? ഈ മേശപ്പുറത്ത് വെച്ചതാ. എന്ന് വെച്ചതാ? 6 മാസം മുമ്പ് വെച്ചതാ. ഇപ്പോൾ എന്തിനാ? അയ്യോ നാളെ പരീക്ഷയുണ്ട്. ഓക്കെ, 6 മാസം പുസ്തകം വെച്ചത് എവിടെയാന്ന് ആശാൻ അറിയത്തില്ല. എല്ലാം അമ്മയുടെ തലേന്ന്. അമ്മയാ കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ? അമ്മയാണ് കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ? Who is supposed to know where your books are? Our Okay, so it should be orderly, it should be neat, and you should be regular with your studies. Regular with studies. Champion students, I would call them champion students. They are regular. ഇന്ന് എനിക്ക് മൂടില്ല, അപ്പൊ പരീക്ഷ നാളെ കഴിഞ്ഞാൽ വരുന്നേ. Okay, regular timetable. I'll come to that soon. Avoid procrastination. You know what is procrastination? നാളെ പഠിക്കാം, നാളെ പഠിക്കാം. No. Okay. No postponing. No excuses. Avoid social media distractions functions. Avoid social media distractions functions. There is a word, which is the word of the year last year, Oxford word of the year. Can anyone tell me? നമ്മുടെ സമ്മർ ക്യാമ്പ് വരുന്നുണ്ടെന്ന് PDMയുടെ ഭാരവാഹികൾ ഇവിടെ സജസ്റ്റ് ചെയ്തിരുന്ന വരികയാണെങ്കിൽ ഞാനൊരു സമ്മാനം തരും. ലാസ്റ്റ് ഇയേഴ്സ് വേർഡ് ഓഫ് ദി ഇയർ. പേരൻസിന് പറയാം. അതേ സമയം തരികയില്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയരുത്. ഓക്കെ, സമയം കഴിഞ്ഞു. ഇറ്റ് ഇസ് നോൺ ആസ് ബ്രെയിൻ റട്ട്. Brain rut. Okay, you don't use your brain anymore going through social media like this. ഈ മത്സരത്തിൽ അവരുടെ കുട്ടികൾ പരാജയപ്പെടും. കരിയർ മത്സരത്തിലും ജീവിത മത്സരത്തിൽ പരാജയപ്പെടുന്നത് കണ്ടിട്ട് ഒരു രാജ്യം സോഷ്യൽ മീഡിയ 16 വയസ്സിൽ താഴെയുള്ളവരൊക്കെ നിരോധിച്ചിരിക്കുക. ഇവിടെ 16 വയസ്സിൽ താഴെയുള്ളവർ കൈപൊക്കിക്കേ. നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയ നിരോധിച്ചിരിക്കുക ഒരു രാജ്യത്ത്. ആ രാജ്യത്തിന്റെ പേര് പറയാമോ? Australia. ഓസ്ട്രേലിയ. വെരി ഗുഡ്. അത് പറഞ്ഞ ആൾക്ക് നമ്മൾ നേരിൽ കാണുമ്പോൾ ഞാൻ സമ്മാനം തരാം. എന്നോട് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്നറിയോ? ഇതേ കണ്ടോണ്ടിരുന്ന് എന്താ തലച്ചോറ് പ്രവർത്തിക്കുന്നേ ഇല്ല. How do you expect to be a champion if you spend all your time watching Instagram and social media? Okay? Avoid distractions. എഞ്ചിനീയേഴ്സിന് വേണ്ട എഞ്ചിനീയേഴ്സിന്റെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ഏതാ? എഞ്ചിനീയർ ആകുന്ന സ്റ്റുഡൻസിന്റെ ടഫസ്റ്റ് എക്സാം ഏതാ? വിച്ച് ഈസ് ദ ടഫസ്റ്റ് എക്സാം? MBBS. If you want to be an engineer, which is the exam you should write to be in the best institutes in India? NEET. JEE. It's not a JEE. Okay, it is considered the 3rd toughest exam in the world. The toughest exam is in China to get into a college. Second is civil service exam. That's also conducted in India. Third also is conducted in India. Those who got the first 10 ranks last year, there is one thing common with all the 10 students. First rank, second rank, third rank. You know what is the Malayali's highest rank in India? 197. Kerala top national level rank is 197. 196 ranks went to North Indians. And the first, second, third, fourth, fifth, up to 10th rank, there was one thing common to all of them. You know what? They gave interviews to the Hindu newspaper. One thing was common to all of them. None of them were using social media. None of them were. They sacrificed that. They knew that they can't spend time with Instagram and then also study. So my dear young students,
Please be careful. Don't go after distractions. Don't go after unnecessary functions. അമ്മൂമ്മയുടെ അനിയത്തിയുടെ മകന്റെ മകളുടെ അളിയന്റെ മാമോദീസ ഇതൊന്നും നിങ്ങൾ പോകണ്ട ഇപ്പൊ തൽക്കാലത്ത്. Is it clear? If you want, spend your time with your books and your studies. And there is one more thing which is needed. Very, very important. Maybe the most important thing. I put a line there. Since there is no time, I'm not asking you a general question. Can you tell me where all of us are equal? Juan, Alan, Alsha, we are all equal. In this world, In this world, yeah. God. We are in this world. What else? Anybody? Absolutely equal. In front of God. God, see, all of us say our God is this, our God is that. Hindus say their God is somebody. that's cool. Everyone Okay. has equal parents. Everyone? Who said that? Everyone? Everyone has equal time. Very good. Who said that? Siona, Selin, Sujit. So one of the mentors, please note that child's name. Okay. Exactly right. All of us are 24 hours only. All of us are only 24 hours a day. God has not given even a second, special second to anybody. Okay, so be a capitalist. And capitalist means with this resource called 24 hours, Elon Musk has only 24 hours. Mark Zuckerberg has only 24 hours. The one who, Wang Fen, who is the father of DeepSeek, he also has got only 24 hours a day. Those of you say, I have no time to study, you also got 24 hours. Why I mentioned Elon Musk? He has got X, he has got Tesla, he has got SpaceX, he has got so many things to manage. But he also doesn't have an extra hour. He also has got 24 hours. So never complain, no time. If these people have time to do so many things, we also have only 24 hours. Muhammad Ali again, don't count the days, make the days count. Don't count the time, make the time count. Don't count how many hours I have to study, make the hours count. That means, okay, I'm going to give an exercise. Are you ready? Are you ready? Yes. Okay, Yes. take your pen and a piece of paper. Are you ready? Yes. Okay, we are going to start. Okay. On that paper, put X. You know X? X, Y, Z. X. Mark X. As many X as possible. Johan, are you writing the X? As many X as possible. As many X as possible. As many X as possible. Okay, stop. Stop. Count the X's. How many X's you have? Count fast. How many X? And put it in the chat box. Count fast. Count fast. Count fast and put it in the chat box. Okay, good. Ready?
All right. Okay, I'm seeing the numbers here. We are going to do it again. Are you okay? This time we are going to beat your record. Are you ready? When I say start, you should start. Only when I say start. Only when I say start. Okay. And I'm going to give a prize to the one who gets the maximum. Are you ready? Okay. Start. Ask many. Beat your record. Beat your record. Okay, stop. Stop. Count. And in the chat box, you should put your earlier count and the number you are done now. You should put both your earlier count and what you have done now. Danny 100, now 132. Levin is 33, now 99. Ken is 71, now 93. Alan 40, no, Ayana 40, now 100. Alan 73, now 146. Good. Fantastic. Annette was 28, now 100. Okay. Anna was 90, now 99. Someone has moved from 62 to 106. Okay. 21 to 66, 44 to 119, 39 to 62. Okay, good. Fantastic. You know how much time I gave you first time? I gave you 1.5 minutes. This time I gave you only 1 minute. ആദ്യം തന്നത് 1.5 മിനിറ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത് 1 മിനിറ്റ് തന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്തു. മുഹമ്മദ് അലി പറഞ്ഞോണ്ടല്ലോ, count not the days, how many hours, how much you can put into 1 hour, how much you can put into 1 minute. You put 33 into 1.5 minutes, but second time you put 100 into just 1 minute. That means you can use your time more wisely. Okay. So my question to you is, if you want to do that, you should have a written timetable. My question is, how much work can you put into 24 hours? Not 1 minute. With 1 minute, you put 133, some of you 110 into 1 minute. If I give you 24 hours, you know, how many exercises can you put? You can challenge yourself. You can challenge yourself. If Elon Musk can work miracles with 24 hours, how many miracles can you work with the 24 hours? Okay. Now, this is what happens if you don't have a timetable. Okay. You'll feel sleepy, you'll be tired, you'll be distracted, your work is not done. And so if you want to be successful students, if you want to perform well in your exams, the secret is a timetable. Make your timetable very, very smart. Very, very smart. Write down the full form of SMART. S means specific. S means specific. M means measurable. A means attainable. R means relevant. T means time-based. Even as your exams are very nearby,
with whatever available time is there. And I forget Chesil's daughter's name. Ilana. Okay, you have got 20 days. 20 days into 24 hours. Okay, you have got still time. Now, the rest of the time available to you for your exams, every day should be made into a smart day with a smart timetable. I'll tell you what it is. When you sit down to study, you should write, maybe you're getting up at 6:30 in the morning. You do the washing, your prayer and all that. You start studying from 7 o'clock. Don't say, I'll study something. You should make it very, very specific. From 7 o'clock, I will study. Don't even say physics. You say, I'll be studying quantum physics. Or I'll be studying that chapter on light. Be as specific as possible. And it should be measurable. I will study 10 pages. Or I'll do 10 problems in maths. Measurable. And it should be attainable. Don't say that I'll study 100 pages in half an hour. No, it is not attainable. So it should be attainable. It should be relevant. I'll tell you. Relevant means what's most to you. When you improve more, you should give more time for that. What is relevant? What could be expected for the exams? പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അങ്ങനെ ചെയ്യുന്നതിനാണ് റെലവെന്റ് എന്ന് പറയുന്നിരിക്കുന്നത്. ആൻഡ് ടൈം ബേസ്. നെവർ സേ രാവിലെ അല്ല, രാവിലെ എപ്പോൾ? രാവിലെ 10 മുതൽ 10:45 വരെ. നിങ്ങൾ ഒരു സബ്ജക്ട് പഠിക്കാനുള്ള ഒപ്റ്റിമം ടൈം എത്രയാണെന്നറിയോ? ഒരു സബ്ജക്ട് പഠിക്കാനുള്ള സമയം എത്രയാണ്? How much did the teacher say? Gia, Liz, Jinu? 45 minutes. Maximum 45 minutes. After 45 minutes, take a 5 minutes break. Don't go out and start video games or anything like that. Just relax. I'll teach you 1 or 2 relaxation techniques. Okay? Take a break. Then for the next 45 minutes, take another subject. ഏത് സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ ഫ്രഷ് ആയിരിക്കും എടുക്കേണ്ടത്? രാവിലെ നിങ്ങൾ പഠിക്കാൻ ഏത് സബ്ജക്റ്റ് ആദ്യം എടുക്കണ്ടേ? Maths. Not bad. That's for the subject which is Subject. ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഇല്ല കേട്ടോ. ടോപ്പ് പ്രോഗ്രാമിൽ എടുക്കുന്ന പിള്ളേർക്ക് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഇല്ല. സബ്ജക്ട്സ് യു നീഡ് ടു ഇംപ്രൂവ്. നിങ്ങളുടെ തലച്ചോറിന് ഡിഫിക്കൽട്ട് എന്നുള്ള വാക്ക് കൊടുത്തേക്കരുത്. നത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ദാറ്റ്സ് എ സബ്ജക്ട് യു നീഡ് ടു ഇംപ്രൂവ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ട സബ്ജക്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന് ഏറ്റവും അത്യാവശ്യമുള്ള സബ്ജക്ട്, അതിനായിരിക്കണം ആദ്യ പ്രാധാന്യം കൊടുക്കേണ്ട. മനസ്സ് ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട്, അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് എന്ന് പറയും. നിങ്ങളുടെ കരിയറിന് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ സബ്ജക്റ്റിന് ഏറ്റവും അവസാനം കൊടുത്താലും മതി. എന്ന് വെച്ചെന്നാൽ എഞ്ചിനീയർ ആകാൻ താല്പര്യപ്പെടുന്നവർക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ദോസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ മെഡിക്കൽ പ്രൊഫഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആർ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അപ്പോൾ അതിനുള്ളിലെ ഏത് ചാപ്റ്ററാണ് നിങ്ങൾ ഏത് വിഷയമാണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതിനായിരിക്കണം ആദ്യത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ മേക്ക് ഇറ്റ് വെരി സ്പെസിഫിക്. എത്ര പേജുകൾ, എത്ര പ്രോബ്ലംസ്, മെഷറബിൾ ആയിരിക്കണം. അത് കണ്ടമാനം നിരാശപ്പെടുത്തുന്ന രീതിയിൽ ആക്കരുത്. അറ്റൈനബിൾ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഏറ്റവും റെലവെന്റ് ആയിട്ട് എടുക്കണം. ടൈം ബേസ്ഡ് ആയിരിക്കണം. സമയത്തിനുള്ളിൽ തന്നെ ആയിരിക്കണം. ആ 24 hours തീർക്കുന്നത് ആയിരിക്കണം. ഓക്കെ. സോ അതോടൊപ്പം തന്നെ ഈ ടൈം ടേബിൾ വെച്ച് വേണം. ചുമ്മാ രാവിലെ ആയിട്ടിട്ട് എന്തായാലും പ്ലാൻ ഇട്ടല്ല, ഉറക്കം തൂങ്ങി ഈത്തയൊക്കെ ഒലിപ്പിച്ച് ഏതെങ്കിലും പുസ്തകമൊക്കെ എടുത്ത് പഠിക്കുന്നതല്ല. ഓക്കെ. തലേ ദിവസം തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കണം. ആ ടൈം ടേബിൾ വെച്ചിട്ട് വേണം നാളെ പഠിക്കാൻ. ഇന്ന് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നാളത്തെ റിവിഷൻ ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കണം. അത് ഞാൻ പറഞ്ഞ സ്പെസിഫിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. മെഷറബിൾ ആണ് നോക്കണം. അവിടെ അക്കങ്ങൾ, മെഷറബിൾ എന്ന് പറഞ്ഞത് അക്കങ്ങള്, പേജുകള്, എത്ര പ്രോബ്ലംസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴാണ് മെഷറബിൾ ആകുന്നത് കേട്ടോ. ഈസ് ഇറ്റ് ക്ലിയർ ടു എവരിബഡി? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ നിങ്ങൾ പറയും ഇത് പ്രായോഗികമല്ല എങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അറ്റൈനബിളിനകത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അറ്റൈനബിൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യുക. ഓക്കെ. അപ്പൊ നല്ലൊരു റിവിഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം പരീക്ഷയ്ക്ക്. കാളം പൂളം പഠിക്കുന്ന പറയും, നമ്മൾ പാലക്കാരുടെ ഭാഷ പറയും. കാളം പൂളം പഠിക്കാന്ന് വെച്ചാൽ ചുമ്മാ തോന്നിയ ദിവസം പഠിക്കാം. മുമ്പിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, അതങ്ങ് എടുത്തു. അല്ല, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം, എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള അതങ്ങ് എടുത്തു. അതുകൊണ്ടല്ലല്ലോ. ഇഫ് ഓൾ ദ സബ്ജക്ട്സ് ആർ ഇമ്പോർട്ടന്റ് ടു അറ്റ് ദിസ് സ്റ്റേജ്. സോ യു ഷുഡ് ഹാവ് എ റിവിഷൻ പ്ലാൻ. നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് എന്നാണെന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ. എവിടെയാണ് നിങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഏതിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്, അതിനാണ് പ്രയോറിറ്റൈസ് എന്ന് പറയും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചെന്നാൽ പരീക്ഷ ജയിക്കാനും കൂടുതൽ മാർക്ക് കിട്ടാനും ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആകാം.
അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകാം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആകാം. ഓക്കെ. പിന്നെ റിവിഷൻ നീഡ്സ് ഏതിനാണ് കൂടുതൽ കൊടുക്കേണ്ടത് ഉണ്ടാക്കണം. പിന്നെ എന്താണ് ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യേണ്ടതിനകത്ത് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. എസ്സേസ് ആണ്, എസ്സേ എഴുതണം, പലതവണ എഴുതണം. മനസ്സിൽ പറഞ്ഞ പോലെ എഴുത്ത് പരീക്ഷയാണെങ്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പ്രോബ്ലംസ് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഫിസിക്സിലാകട്ടെ കെമിസ്ട്രിയിലാകട്ടെ പ്രോബ്ലംസ് ആണെങ്കിൽ പ്രോബ്ലംസ് ചെയ്യണം. ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും എഴുതിയും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യണം. അതൊന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ പോരാ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പ്രത്യേക രീതി പന്ത് എറിയുമ്പോൾ എല്ലാ ബാറ്റർമാരും 6 അടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആ ബോളിംഗ് പാറ്റേൺ മാറ്റണ്ടേ? വേണ്ടേ കാരൽ? മാറ്റണ്ടേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ചുമ്മാ ഒരു തവണ എറിഞ്ഞാൽ മതിയോ? പലതവണ എറിയണം. അങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ ഇമ്പ്രൂവ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങളും, അത് ഏതും ആയിക്കൊള്ളട്ടെ, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പിന്നെ യൂസ് ചെയ്യുക റിസോഴ്സസ് വെൽ. നിങ്ങളുടെ സമയവും നിങ്ങൾക്കുള്ള സമയം, പിന്നെ നിങ്ങൾക്ക് ഗൈഡുകളുണ്ട്, NCERT ബുക്കുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ട്യൂട്ടേഴ്സ് ഉണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്സ് അറിയാവുന്നവരുണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. നന്നായിട്ട് റിസോഴ്സസ് ഉപയോഗിക്കണം. അല്ലാതെ എന്നെ ആര് ഹെൽപ്പ് ചെയ്യാനില്ല, എനിക്ക് ഒരിടത്തൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ പാടില്ല. ഡോണ്ട് ബി എ ബേൺ ഔട്ട് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിച്ചോണം. പ്രത്യേകിച്ച് മലയാളികളിലാണ് ഇത് ഏറ്റവും കൂടുതലുണ്ട്. ഡോണ്ട് ബി എ ബേൺ ഔട്ടിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഇതിനെ വിളിക്കുന്നതാണ് സ്ട്രെച്ചിങ്. ഇത് 1/100th of a second ആണ് കേട്ടോ. ഇത് ആർക്കെങ്കിലും അറിയാവോ ആരാന്ന്? ആ ചുമല ടീഷർട്ടിലുള്ള ആള്, അല്ല സ്പോർട്സ് വെയറിലുള്ള ആള്. എനിബഡി? നേരിൽ കാണുമ്പോൾ സമ്മാനം തരാം പറയുകയാണെങ്കിൽ. Usain Bolt. ഉസൈൻ ബോൾട്ട് മഞ്ഞ. Okay. USA ഇട്ടിട്ടുണ്ട് അവിടെ. ആരുമില്ലേ? എന്നാ സുല്ലടിച്ചല്ലോ. ജസ്റ്റിൻ കാറ്റൽ എന്ന് പറയാം കേട്ടോ. ജസ്റ്റിൻ കാറ്റലും ഉസൈൻ ബോൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക? 1/100th of a second. 1/100th of a second. നിങ്ങൾ നാളെ JEE പരീക്ഷയൊക്കെ എഴുതുമ്പോൾ റിസൾട്ട് വരുമ്പോൾ കാണാം പെർസെന്റൈൽ 99.99995, 99.99995. അതുപോലെ 1/100th of a second. അതിന് വേണ്ടിയിട്ട് സ്ട്രെച്ച് ചെയ്യണം. നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി അങ്ങനെ കൊടുക്കണം. അതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് ലോകത്താണ് നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, ഈ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലേ? സ്ട്രെച്ച് ചെയ്ത് ചുമ്മാ കിടക്കുന്ന റബ്ബർ ബാൻഡ് വെച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ ഇത് കണ്ടമാനം സ്ട്രെച്ച് ചെയ്താലോ? ഒരു കാര്യം ചെയ്യും, ഒരു റബ്ബർ ബാൻഡ് ഒട്ട അടുത്തുണ്ടെങ്കിൽ അമ്മയുടെ മുഖത്തിന്റെ അടുത്ത് കൊണ്ടുപോയി എന്തിങ്ങനെ വലിച്ചു നോക്കാം. അന്നേരം അമ്മയുടെ കണ്ണുകൾ മുഖമൊക്കെ പോകുന്നതാണ് കേട്ടോ. ഓക്കെ. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാവും. നമ്മുടെ തലച്ചോറും ഏകദേശം ഇതുപോലെയാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ ഇതുപോലെയാണ്. കണ്ടമാനം സ്ട്രെച്ച് ചെയ്താൽ ഓക്കെ യൂസ്ഫുൾ ആണെങ്കിൽ, ആവശ്യത്തിനാണെങ്കിൽ അതിന് യൂസ്ട്രെസ് എന്ന് പറയും. ഹാംഫുൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡിസ്ട്രെസ്. അതിലേക്ക് വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കേട്ടോ. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ കണ്ടമാനം ഓടി റെസ്റ്റ് ഇല്ലാതെ ഓടിയ പഴയകാല വണ്ടി, ഇപ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പഴയകാല വണ്ടിയാണെങ്കിൽ പുക വരാൻ തുടങ്ങും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ തലച്ചോറും എന്ന് ഓർത്തണം കേട്ടോ. അപ്പൊ ഈ കയറിന്റെ കാര്യം കണ്ടമാനം വലിച്ചാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫിസിക്കലും മെന്റലി നിങ്ങൾ റിലാക്സ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു 45 മിനിറ്റ് പഠിച്ചതിന് ശേഷം ചെറിയ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുന്നത് എന്തായിരിക്കണം? Listen to some light music. Maybe you can take a walk. In the evening, you can take a half an hour, 45 minutes break. Relax. Okay. Relax ചെയ്യാം, meditate ചെയ്യാം. Don't be burnout. Eat well, sleep well, relax, take breaks. Okay. But this break shouldn't be too long. ഒരു ദിവസം നിങ്ങൾക്ക് 2 or 3 ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ബ്രേക്ക്, വൈകുന്നേരം 45 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. നിങ്ങൾ നല്ലതായിട്ട് എക്സസൈസ് ചെയ്യാൻ, ചില ഷട്ടിൽ കളിക്കാൻ പറ്റുമെങ്കിൽ അതാ ശരിക്കും വേർക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ലോങ് ബ്രേക്ക് എടുക്കാം. ഓക്കെ. അതോടൊപ്പം തന്നെ ഈസ് ദാറ്റ് ക്ലിയർ? ഞാൻ സ്വല്പം ഓടിച്ചിട്ട് പോവാണ്. ജോൺ സാർ അവിടെ അപ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ സമയം അതിക്രമിക്കുന്നുണ്ട്. എങ്കിലും ഇത്ര ക്ലിയർ ആണല്ലോ. ടൈം ടേബിൾ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ടൈം ടേബിൾ ഇല്ലാതെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ യു ആർ എ ജീനിയസ്. അങ്ങനെയുള്ളവർക്ക് വേണ്ട. അല്ലെങ്കിൽ ടൈം ടേബിൾ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് നല്ല ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറാൻ പറ്റില്ല. ഞാൻ ബ്രില്യന്റിലെ ധാരാളം ടോപ്പേഴ്സിനെ, നാഷണൽ ടോപ്പേഴ്സിനെ ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. എനിക്കെന്നറിയാം അവരുടെ എല്ലാം മാജിക് ഇതാണ്. വേ ദേ യൂസ് ദ ടൈം. അത് ഏറ്റവും നല്ല കാര്യമാണ്.
ടൈം ടേബിൾ. അതോടൊപ്പം തന്നെ ചത്ത് കിടന്ന് പഠിക്കരുത്. ചത്ത് കിടന്ന് പഠിക്കണ്ട, ജീവിച്ചിരുന്ന് പഠിച്ചാൽ മതി. ചത്ത് കിടന്ന് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. അത് പേരൻസ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ വരുന്ന കാര്യം പേരൻസിന് റോൾ ഉണ്ടാണ്. ഹൗ ഡു യു സീ യുവർ സെൽഫ്? നിങ്ങൾ ശരിക്കും എങ്ങനെ നിങ്ങളെ സ്വയം കാണുന്നത്? സ്റ്റുപ്പിഡ് ആണോ, ബാഡ് ആണോ, ഡം ആണോ, ലേസി ആണോ, ഏതാ? ഓർ ഡു യു സീ യുവർ സെൽഫ് ആസ് എ വിന്നർ? ശരിക്കും പറ, സത്യം പറ, നിങ്ങൾ ഏതാ? സാറേ എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ഐ ആം യൂസ്ലെസ്, ഓക്കെ, ഐ വാസ് ബോൺ വിത്ത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, ഓക്കെ ഓക്കെ, ഐ ആം നോ ഗുഡ്. ഇതറിയാതെ മക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇനി മക്കളോട് പറയുന്നു കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾ പറയും യു ആർ സ്റ്റുപ്പിഡ്, യു ആർ ബാഡ്. എന്ത് ചെയ്യണം? ഇങ്ങനെ തട്ടിക്കളഞ്ഞോ കേട്ടോ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ബാഡായിട്ട് സ്റ്റുപ്പിഡായിട്ടും അല്ല കേട്ടോ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നല്ലതായിട്ടാ. നിങ്ങളെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ കുറ്റം പറയുന്നതായിരിക്കും. ദൈവമല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. എൻ്റെ ഈ മൊബൈൽ ഫോൺ മോശമെന്ന് പറഞ്ഞത് ആരാന്നറിയാം? ഇത് സാംസങ്ങിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. ഇത് സാംസങ്കാരല്ലേ ചീത്ത പറയണ്ടേ? You are all good, you are capable, you are beautiful, you are smart. Okay. അങ്ങനെ ഒരാൾക്കേ ഉള്ളൂ വിജയിയാകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, എനിക്ക് വിജയിക്കാൻ പറ്റില്ല, എനിക്ക് വിഷയം പറ്റില്ല എന്ന് പറഞ്ഞെന്നാലും നിങ്ങൾ അത് തന്നെയാകും മനസ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പേരൻസ് ഓർത്തോളണം, കുട്ടികൾക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തേക്കരുത്. തടത്തലച്ചൻ ഇവിടെ പറഞ്ഞു, തടത്തിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഓക്കെ, യുവർ ചിൽഡ്രൻ ആർ ചാമ്പ്യൻസ്. നിങ്ങൾ തന്നെ അത് പറയണം കേട്ടോ. നിങ്ങൾ പറയുക, അത് തെളിയിക്കുക കൂടെ ചെയ്യണം. ഐ ക്യാൻ. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വേണം, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വേണം കേട്ടോ. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ സമയിച്ചിട്ട് പോയെങ്കിൽ ഞാൻ ഒരെണ്ണം നിങ്ങളോട് പറയണം കേട്ടോ. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ക്യാൻ ഇമാജിൻ എ ഡോക്ടർ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ്? ക്യാൻ ഇമാജിൻ ദാറ്റ്? നിങ്ങളുടെ പ്രായം ചെന്ന റിലേറ്റീവ് ആശുപത്രി കിടക്കുകയാണ്. അവിടെ ഒരു ഡോക്ടർ വന്ന് പറയാണ്, അതെ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോണം, ഓക്കെ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോണം എന്ന് ആ രോഗിയോട് പറയാം. ഓൾറൈറ്റ്, കണ്ടല്ലോ. ഈ ഈ ഈ വേറൊരു രോഗിയുടെ അടുത്ത് ചെന്ന് വേറൊരു ഡോക്ടർ പറയാ, അയ്യോ ചേട്ടാ, കറിയാച്ച ചേട്ടാ, ഇവിടെ വന്നതിന് ശേഷം എന്നാ ഇമ്പ്രൂവ്മെന്റാ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ള. അന്നേരം കറിയാച്ചേട്ടൻ പറയാനുണ്ട്, അയ്യോ ഇല്ല, ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ, പഴയ പോലെ തന്നെ മോനെ എന്ന് പറയാം. ഇല്ല, ഇവിടെ വന്നപ്പോൾ എനിക്കറിയാന്നില്ല, ഇപ്പോൾ എന്നാ കൊച്ചുമോനെ കല്യാണത്തിനൊക്കെ പോകണ്ടേ? അയ്യോ പോകാൻ പറ്റുമോ? പിന്നെ ധൈര്യമായിട്ട് പോകണം. ആരാ ഇവിടെയുള്ള കറിച്ചേട്ടൻ്റെ ഒക്കെ ഡ്രസ്സൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ കല്യാണത്തിന്. പുറത്തിറങ്ങിയിട്ട് ഡോക്ടർ ബന്ധുക്കാരോട് പറയാം, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ആളിപ്പോഴും സീരിയസ് ആണ്. ഓക്കെ, മക്കളോടും പേരൻസിനോടും എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ആദ്യത്തെ ഡോക്ടറുടെ ചികിത്സയാലാണോ രണ്ടാമത്തെ ഡോക്ടറുടെ ചികിത്സയാലാണോ ഈ കറിയാച്ചൻ ചേട്ടൻ രക്ഷപ്പെടാൻ സാധ്യത? ജോൺ സാറേ എന്ത് പറയുന്നു? സെക്കൻഡ്, നാച്ചുറലി. ഇതിനകത്ത് മരുന്നും ഒന്നുമില്ല കേട്ടോ. ഒരു മനുഷ്യന്റെ മനസ്സിലോട്ട് കടത്തി വിടുന്നതാണ് ഒരാൾക്ക് ജീവൻ നൽകുന്നത്, ഒരാളെ വിജയിയാക്കി മാറ്റുന്നത്. കേൾക്കുന്ന പേരൻസ് ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. പ്ലീസ് ബി കെയർഫുൾ അബൌട്ട്. അറിയാം നിങ്ങളുടെ ആങ്സൈറ്റി കൊണ്ടും നിങ്ങളുടെ ഇതെല്ലാം അറിയാം, ടെൻഷൻ ഉണ്ടെങ്കിലും ഈ വാക്കുകൾക്ക് അപാര ശക്തിയുണ്ട്. അത് ചിലപ്പോൾ സ്കൂളിൽ നിന്നൊന്നും കിട്ടുന്ന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീട്ടിൽ നിന്ന് കൊടുക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുത്ത്, നമ്മുടെ കുട്ടികളെല്ലാം വിജയികളായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു കേട്ടോ. അതൊന്ന് വാർത്തെടുത്താൽ മാത്രമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓർത്തോളണം, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. ഐ ക്യാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഐ ക്യാൻ. പറഞ്ഞേ, ഐ ക്യാൻ. വില്ലയല്ല, ഐ ക്യാൻ. ഐ ക്യാൻ. ഐ ആം എ വിന്നർ. ഐ ആം എ വിന്നർ. എഴുതിയെടുത്തോണം കേട്ടോ. ഐ ആം എ വിന്നർ. ഐ ആം ബോൺ യുണീക്ക്. ഐ ആം ബോൺ ടു സക്സീഡ്. ദൈവം നിങ്ങളെ ആരെ പരാജയപ്പെടാനായിട്ട് സൃഷ്ടിക്കുമോ? ദൈവത്തിന് വേറെ പണിയൊന്നുമില്ല. ദൈവം എന്നെ തമാശക്കാരനാ? സിനിമയിലൊക്കെ ചോദിക്കുന്ന പോലെ പരാജയപ്പെട്ട ഒരാളെ ശിക്ഷ കണ്ടിട്ട് ഇങ്ങനെ രസിക്കുക ദൈവം ആണോ? അല്ല. ഓക്കെ, സോ ടെൽ യുവർ സെൽഫ്, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റും. പഠിക്കുമെന്നല്ല, എനിക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പരീക്ഷ നന്നായിട്ട് എഴുതുകയാണ്, പരീക്ഷ നന്നായിട്ട് എഴുതും. ആ പോസിറ്റീവായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ ഇന്ന് മുതൽ പാടാവുള്ളൂ കേട്ടോ. എക്സ്പോസ് യുവർ സെൽഫ് ഓൺലി ടു പോസിറ്റീവ്. പേരൻസ് ബി വിജിലന്റ്. പേരൻസ് ബി വിജിലന്റ്.
പോസിറ്റീവായിട്ട് വാക്കുകൾ മക്കളുടെ അടുത്ത് ഉപയോഗിക്കണം. പരാജയം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞേക്കരുത്. വി ക്യാൻ ഇംപ്രൂവ്. മോനെ വി ക്യാൻ ഇംപ്രൂവ്. മോളെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. മക്കൾ പറയേണ്ടതാണ് ഐ വാണ്ട് ടു ഇംപ്രൂവ്, ഐ വാണ്ട് ടു ഇംപ്രൂവ്. ഫെയിലിയർ എന്നുള്ള വാക്ക് ഇന്ന് മുതൽ ഉപയോഗിച്ചേക്കരുത് കേട്ടോ. ദർ ഇസ് നത്തിങ് കോൾഡ് ഫെയിലിയർ. ഓൺലി ലേണിംഗ് എക്സ്പീരിയൻസ്, ഓൺലി ലേണിംഗ് എക്സ്പീരിയൻസ്. ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധ്യതകളാണ് കേട്ടോ. തീരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ. ഉറങ്ങുന്നു അല്ലേ? ഉറക്കം കഴിഞ്ഞ് നിങ്ങൾ ഏക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ? ഒരമ്മ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു സാറ് ഇവനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം ടൈറ്റാനിക്കിനെ പൊക്കുന്നതാണ്. ഇതാണോ ഇതാണോ? ജിയ, ഐ കൻ സി യു. ആൻഡ്രിയ, സത്യം പറ, ഏതാ ഇതാണോ ഇതാണോ? ആദ്യം കാണിച്ചത്. ആദ്യം കാണിച്ചതാണ്. വിജയികൾ ഇങ്ങനെയല്ല കേട്ടോ. വിജയികൾ ഇതിൽ പരാജിതരാണ് കേട്ടോ. ദീസ് ആർ ഫെയിലിയേഴ്സ് ഗെറ്റിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്. Failures getting. You get up as a champion, you wake up as a winner. You got an exam coming. ഈ പരീക്ഷയില്ലായിരുന്ന സകല പൊട്ടന്മാരും എല്ലാം ജോലിയിൽ കയറിയല്ലേ ഇല്ലേ? ഈ പരീക്ഷയില്ലായിരുന്ന എൻ്റെ സർട്ടിഫിക്കറ്റിൽ എല്ലാ പൊട്ടന്മാരും എവിടെയെങ്കിലും കയറി. സോറി, പൊട്ടന്മാരെന്നുള്ള വാക്ക് ഉപയോഗിക്കണം കേട്ടോ. അതുകൊണ്ട് നാളെ രാവിലെ കേൾക്കുന്ന എന്നാന്നറിയോ? റൈസ് അപ്പ് ഗ്രേറ്റ്ഫുള്ളി, റൈസ് അപ്പ് ഗ്രേറ്റ്ഫുള്ളി. യു ഗോട്ട് സച്ച് നൈസ് ടീച്ചേഴ്സ്, നൈസ് വെരി ഗുഡ് ഫ്രണ്ട്സ്. ഒരു ദിവസം കൂടെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കേട്ടോ. ഒരു പരീക്ഷ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം തെളിയിക്കാൻ ഒരു പരീക്ഷ തന്നിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിജയികളുടെ പ്രാർത്ഥന പറയട്ടെ. ഹലോ, വിജയികളുടെ പ്രാർത്ഥന പറയട്ടെ. അലൻ പറയട്ടെ. രാവിലെ പ്രാർത്ഥിക്കുന്നവർ അത് കൈപൊക്കിക്കേ. രാവിലെ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ കൈപൊക്കിക്കേ. ഇത്രയും പേരെ പ്രാർത്ഥിക്കുന്നുള്ളോ? ഓക്കെ, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്റെ ഒറ്റ ചോദ്യം, സമയമില്ലാത്തതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവൾ ആലോചിച്ച്. തെണ്ടലാണ് പ്രാർത്ഥനയാണോ? തെണ്ടലാണോ? തരണേ കർത്താവെ, തരണേ 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 തരണേ. ഇത് പാലക്കാട് ഭാഷ തെണ്ടൽ എന്ന് പറയും കേട്ടോ. അപ്പൊ ദൈവം പറയും, ഇവൻ എന്തെല്ലാം കൊടുത്തു. ഇന്നാണ് ഞാൻ സൃഷ്ടിച്ച 14,000 പേര്. ലോകത്തെ എല്ലാ ദിവസവും 4,000-ലധികം പേര് രാവിലെ ഉണരുന്നില്ലെന്നാ കണക്ക് കേട്ടോ. ഏറ്റില്ല, കിടന്ന വേണമേ മരിച്ചുപോയി. രാത്രി കൊണ്ടന്ന് മരിച്ചു പോകും. നിങ്ങൾ ഏറ്റില്ലേ? താങ്ക് യു ലോർഡ്, താങ്ക് യു for this new day. Thank you for this school. Thank you for the teachers. Thank you for this opportunity. Thank you for my parents. Such loving parents. Thank you, thank you, thank you. വിജയികളുടെ പ്രാർത്ഥന ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാർത്ഥനയാണ് കേട്ടോ. നാളെ ചാടി ഏറ്റിട്ട് ഒരു ലക്ഷ്യം ഉണരുന്നതാണ്. വിജയികൾ ഉണരുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. നാളെ നിങ്ങൾ ഉണരുക ഗ്രേറ്റ്ഫുള്ളി കേട്ടോ. ഉണരുമ്പോഴേ പറയണം താങ്ക് യു ലോർഡ്, താങ്ക് യു ഫോർ ദിസ് ന്യൂ ഡേ. എനർജറ്റിക്കലി ആവേശത്തോടെ ഉണരണം കേട്ടോ. ചാമ്പ്യന്മാർ ഉണർന്നവർ ഉണരണം, അല്ല പരാജിതർ ഉണരുന്ന പോലെ അല്ല ഉണരട്ടെ. ലൂസേഴ്സ് ഗെറ്റ് അപ്പ്, ഓക്കെ, ജോയ്ഫുള്ളി, എ സ്മൈൽ ഓൺ യുവർ ഫേസ്, ആൻഡ് വില്ലിംഗ്ലി ആൻഡ് പേർപ്പസ്ഫുള്ളി. ആ ദിവസത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. സമയം തീരുന്നതിന് മുമ്പ്, പരീക്ഷയുടെ മുമ്പ് ഉള്ള രാത്രിയെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ഒന്ന്, തലേ ദിവസം ഒന്ന് സ്കിം ത്രൂ, പഠിത്തമല്ല കേട്ടോ, നോട്ട്സിലൂടെ മാത്രം നോക്കുക. ബേസിക് കോൺസെപ്റ്റ്, ഫോർമുലാസ് ഒന്ന് റിവൈസ് ചെയ്യുക. എസ് ഒക്കെ എഴുതേണ്ടാണ്, അതിന്റെ സമ്മറി മാത്രം നോക്കുക കേട്ടോ. ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. ഒന്ന് റിവിഷൻ വേണം കേട്ടോ. റിവിഷൻ ഒന്ന് റിവൈസ് ചെയ്യുക. അല്ല, വലിയ പുസ്തകങ്ങളല്ല തലേ ദിവസം പഠിക്കേണ്ടത്, നോട്ട്സ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോട്ട്സ് ആക്കി മാറ്റണം. രണ്ടാമത്തേനാണ്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പേന പെൻസിലെല്ലാം എടുത്ത് വെക്കണം. ഷെഡ്യൂൾ, ഉച്ചയ്ക്കാണ് രാവിലെയാണ് പരീക്ഷ നോക്കണം. എവിടെയാണ് പരീക്ഷ, ഏത് ക്ലാസ് റൂമിലാണ് പരീക്ഷയാണ്, എപ്പോഴാണ് രാവിലെ പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്. ചില വീടുകളിൽ കാണാം, ഇവര് നാളെ പരീക്ഷയാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പം പറയുന്നു കേട്ടോ. അമ്മ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ല, ഇതിനകത്ത് എനിക്ക് അത്ഭുതം ഇല്ല എന്നൊക്കെ നിങ്ങളുടെ അവിടെ പറയുന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് എത്തുന്നത്? പിന്നെ ടെൻഷനായി പരീക്ഷാ ഹാളിൽ ഓടിക്കതച്ച് ചെല്ലുന്നു. ഓൾവേസ് റീച്ച് ദർ ഏർലി. അവിടെ ചെന്ന് ടെൻഷൻ ഉണ്ടാകരുത് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് അവിടെ എത്തേണ്ടത്, ഇതെല്ലാം തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യണം. റിലാക്സ്, അൺവൈൻഡ്. ആങ്സൈറ്റി ഇസ് നാച്ചുറൽ, മാനേജ് ഇറ്റ്. മെഡിറ്റേറ്റ്, ചെറിയൊരു മെഡിറ്റേഷൻ. ഞാൻ ഈ പ്രോഗ്രാം എൻഡ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷനിലൂടെ കേട്ടോ. അങ്ങനെ ഒരു 2 സെക്കൻഡ്, 2 മിനിറ്റ് മതി കേട്ടോ. 2 മിനിറ്റ് ചെയ്യാവുന്ന എക്സസൈസാണ്. ലൈറ്റ് റീഡിങ്, വലിയ ഹെവി ആയിട്ടൊന്നും വായിക്കരുത്. ചെറിയ കോമിക് ബുക്ക് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ബാലരമയൊക്കെ എടുത്തൊന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ലെഷർലി ചെറുതായിട്ടൊന്ന് നടക്കുക കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ടെൻഷൻ തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, പോസിറ്റീവ് മെഡിറ്റേഷൻ. ഓക്കെ, എല്ലാ പേരൻസും ചോദിക്കുന്ന ഒരു ചോദ്യം പിള്ളേർ ചോദിക്കുന്നതാണ്. പിള്ളേരിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ് കേട്ടോ. സാർ എത്ര സമയം ഉറങ്ങണം?
പല കുട്ടികളുടെ തെറ്റിദ്ധാരണ രാത്രി കുത്തിപ്പിടിച്ചിരുന്ന വലിയ റാങ്ക് കിട്ടുന്ന തെറ്റിദ്ധാരണ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. എക്സ്പെഷ്യലി ബിഫോർ ദി എക്സാം യു നീഡ് അപ് ടു 7 to 8 hours സ്ലീപ്പ്. പഠിക്കേണ്ടതൊക്കെ നേരത്തെ പഠിക്കും മക്കളെ. തലേദിവസം കുത്തി കയറ്റിട്ടുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷ്, ക്രാമിങ്. ക്രാമിങ് ഇസ് വെരി ഹാർംഫുൾ. ഫോർ ഏറ്റവും നല്ല പെർഫോമൻസിന് 7 to 8 hours. അവോയ്ഡ് ലേറ്റ് നൈറ്റ് സ്റ്റഡി ഫോർ ബെറ്റർ കോഗ്നിറ്റീവ് പെർഫോമൻസ്. നിങ്ങളുടെ തലച്ചോറ് യന്ത്രമാണെന്ന് ഓർത്തണം കേട്ടോ. ഡോണ്ട് ഓവർ ഹീറ്റ് ദാറ്റ്. അപ്പൊ നിങ്ങളുടെ പ്രോസസ് ചെയ്യാൻ സമയം കൊടുക്കണം. നിങ്ങളുടെ അബോധ മനസ്സിൽ നിങ്ങൾ പഠിച്ചതെല്ലാം കൂടെ ഒന്ന് റോഡിൽ ഇടാനായിട്ട് it needs time. So make sure that you have got a good night's sleep. Okay, and it is also good for retaining whatever you have studied. I hope this big question is answered. No scientific proof against this. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ, ഇപ്പോഴത്തെ ഗ്രേഡിംഗ് വെച്ചുകൊണ്ടല്ല പണ്ടത്തെ ഗ്രേഡ് വെച്ചുകൊണ്ട് കിട്ടിയിരിക്കുന്ന അപൂർവ മലയാളികളെ ഉള്ളൂ. ജെബി എന്ന് പറഞ്ഞാണ് പേര്, അങ്ങനെയാണ് ഓർക്കുന്നത്. ആ സ്റ്റുഡന്റിന്റെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ കാണേണ്ടതായിട്ട് വന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് റാങ്ക്, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ചോദിച്ചു കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുകയല്ല, 24 മണിക്കൂറിന് മുമ്പ് ഈ ക്ലോസസ് ഓൾ ദ ബുക്സ്. പരീക്ഷയ്ക്ക് മുമ്പ് ഹോൾ ടിക്കറ്റ് ഒക്കെ പ്രാർത്ഥന മുറിയിൽ വെച്ചിരിക്കും. ഓക്കെ, ആൻഡ് ഈ ലിസൺസ് ടു ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമാണ്. ഇച്ച ക്രിക്കറ്റ് ഇഷ്ടം, എന്തെങ്കിലും മത്സരം ഉണ്ടെങ്കിൽ കാണും. വലിയ ടെൻഷനൊന്നും അടിക്കണ്ട, കാണാവുന്ന എന്തെങ്കിലും ഒരു ഗെയിം കാണും. ടെൻഷനിലൊന്നും ടി വി കാണിയാല. 24 മണിക്കൂർ. ഇത് പറയുമ്പോൾ സ്വന്തം അമ്മയെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അമ്മയെ നോക്കി, ശരിയാണ് സാർ എന്ന് പറഞ്ഞു കേട്ടോ. ദിസ് ഈസ് അവർ ചാമ്പ്യൻ സ്റ്റഡി. ഓക്കെ, മടിയന്മാരെ ഏറ്റവും അവസാനം ആ ബുക്ക് എന്ത്, അയ്യോ പഠിച്ചു തീർന്നില്ലേ, ഇത് എവിടുന്ന് വല്ല ക്വസ്റ്റ്യൻ വന്നാൽ മതി, എന്താ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വെക്കുന്നു കേട്ടോ. ഇറ്റ്സ് നോട്ട് സയന്റിഫിക് അറ്റ് ഓൾ. ഓക്കെ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഫ്യൂവൽ ഫോർ ദ ബ്രെയിൻ. വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. വെള്ളം ഓരോ ഗ്ലാസ് അടിച്ച് കുപ്പിയോടെ കഴിക്കാമല്ലോ കേട്ടോ. ടേക്ക് സിപ്സ് ഓഫ് വാട്ടർ. ഓക്കെ, ടേക്ക് സിപ്സ്. ഓക്കെ, കുറച്ച് ഒരു വെള്ളക്കുപ്പി എപ്പോഴും പഠിക്കുന്നതിന്റെ അടുത്തുണ്ടായിരിക്കണം. ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചേക്കരുത്. പിന്നെ അമ്മമാരോട് പ്രത്യേകിച്ച്, അവിടുത്തെ അമ്മമാരെ പറ്റിയല്ല പറയുന്നത്. ചില അമ്മമാർ കാണും കുത്തിത്തിരിക്ക് ഹോർലിക്സ്, ബൂസ്റ്റ്, ഇതൊന്നും വേണ്ട. അതൊന്നും പെട്ടെന്നൊന്നും വർക്ക് ചെയ്യുന്ന കേസ് കേട്ടിട്ടുണ്ട്. അല്ല, അഡക്വറ്റ് ആയിട്ട് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കണം. പിന്നെ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. പോസിറ്റീവായിട്ട് വിഷ്വലൈസ്. എത്രമാത്രം ഇത് കാണുമോ, എല്ലാ സ്പോർട്സ് മേഖലയിലും കാണിക്കുന്നതാണ്, എല്ലാ ചാമ്പ്യന്മാരും ചെയ്യുന്നതാണ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ. നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് മലയാളികളെല്ലാം ദുരന്തമേ കാണുള്ളൂ കേട്ടോ. അയ്യോ നാളെ പരീക്ഷ അല്ലേടി, അതെ ജയിക്കുവോടി. ഓക്കെ, അതുകൊണ്ട് ഒരു വാണി കൂടെ പറഞ്ഞേക്കാം. പരീക്ഷാ ഹോളിൽ ചെയ്യുന്നത് ഞാനിപ്പം കട്ട് ഷോട്ട് ചെയ്ത്, കാരണം സമയം പോകുന്നുണ്ട്, അത് ഇപ്പോൾ കൊടുത്തിരുന്നതാണ്. പക്ഷെ ഒരു കാര്യം ചെയ്ത്, പരീക്ഷാ ഹോളിൽ ചെന്ന് വേറെ അഭിപ്രായം ഒന്നും ചോദിച്ചേക്കാം. നീ പഠിച്ചോ? ഇല്ല, ഞാനും പഠിച്ചില്ലടി. ലൂസേഴ്സ് ഗെറ്റിംഗ് ടുഗെദർ. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ പരീക്ഷ ഹോളിൽ പോകുന്നു. ഞാനിപ്പം ചെയ്യാൻ പോകുന്ന എക്സസൈസ് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ ചെയ്യുന്നു. ആരുടെ അഭിപ്രായം ചോദിക്കേണ്ട. പരീക്ഷാ ഹാളിന് പുറത്ത് പുസ്തകങ്ങൾ, ചിലരുണ്ട് പുസ്തകം ചുമന്നുകൊണ്ട് പോകും കേട്ടോ. ഓട്ടോറിക്ഷ പിടിച്ചാണ് പുസ്തകമായിട്ട് പോകുന്നത്. എവിടെയാ? പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 15 മിനിറ്റ് പഠിക്കാൻ. അതൊന്നും കാണിക്കണ്ട. ഏറ്റവും അത്യാവശ്യം ഉണ്ട് കുറെ നോട്ട്സും, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറെ എന്തെങ്കിലും ഫോർമുലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ കൊണ്ടുപോവുക. ഏറ്റവും ബെസ്റ്റ് കൂളായിട്ട് ഒരു 15 മിനിറ്റ് മുമ്പേലും പരീക്ഷ ഹാളിൽ എത്തുക. അഭിപ്രായങ്ങളൊന്നും ചോദിക്കേണ്ട. പരീക്ഷ ഹാളിൽ കയറിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ചിലരുണ്ട് എങ്ങനെയുണ്ട്, അതിന് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേക്കരുത്. അങ്ങോട്ട് ഒരുത്തന്റെ മുഖം വാടുന്ന കണ്ട ഓർക്കും, എന്റെ ദൈവമേ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കുകാരൻ കണ്ടോ മുഖം വാടുന്നു, എന്നാൽ എന്റെ കാര്യം പോക്കാം. ഡോണ്ട് ലുക്ക് അറ്റ് എനിബഡി എൽസ്, യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. റീഡ് ദ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർലി. റീഡ് ഇറ്റ് ട്വൈസ് ത്രൈസ്. നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യാൻ പോകുന്ന ഏതാണെന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ളത് നോക്കുകയാണ്. സമയം നന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തോളണം, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഓക്കെ, സോ ഒന്നുകൂടെ പറയാണ്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ബാക്കിയുള്ളവർ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെന്ന് അഭിപ്രായം ചോദിച്ചേക്കരുത്. അവരുടെ മുഖത്തോട്ട് നോക്കിയേക്കരുത്. ക്വസ്റ്റ്യൻസ് ഏതാണ് ആദ്യം ആൻസർ ചെയ്യേണ്ടത്, ഏതാണ് ലാസ്റ്റ് ആൻസർ ചെയ്യേണ്ടത് എന്ന് മാർക്ക് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും എഴുതി വെച്ചിരിക്കണം. സമയം നന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പരീക്ഷ എഴുതണം. അവസാനം പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ്, 5 to 10 മിനിറ്റ്സ് പറയുന്ന റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. സില്ലി എറേഴ്സ് വല്ലതും വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പറുകൾ എഴുതേണ്ടടുത്താണെങ്കിൽ നന്നായിട്ട് മാർജിൻ്റെ ഇപ്പുറത്ത് എഴുതിയിരിക്കണം. അവിടെ മാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ട് വേണം ആൻസർ കൊടുക്കാനായിട്ട്. ഓക്കെ, സോ ഈ പോസിറ്റീവ് വിഷ്വലൈസ് എന്നാണ്, നിങ്ങൾ
റെഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞാണ്. പിന്നെ മാത്രമല്ല, നിങ്ങളെ ശാന്തമാക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് വിഷ്വലൈസ് യുവർ സക്സസ്. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം തീരേണ്ട സമയമായി. വിൽ ജസ്റ്റ് ഡു ആൻ എക്സസൈസ് ഇൻ വിഷ്വലൈസേഷൻ. ഏത് പരീക്ഷയ്ക്ക് മുമ്പും, പഠിക്കാനിരിക്കുമ്പോഴും, രാവിലെ ഉണരുമ്പോൾ, കിടക്കുമ്പോൾ, പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാം ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. എന്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ ബ്രീത്തിങ് എക്സസൈസ് കേട്ടോ. ബ്രീത്ത് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളണം, നിങ്ങൾ അബ്ഡോമിനൽ ബ്രീത്തിങ്. നിങ്ങളുടെ പൊക്കിളിന്റെ ആ ഭാഗം അവിടെ കൈ വെച്ചാൽ, നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ അത് ആ ഭാഗം ഒരു ബലൂൺ വീർക്കുന്ന പോലെ വീർക്കും. ശ്വാസം വിടുമ്പോൾ ആ ഭാഗം നിങ്ങളുടെ കൈ വെച്ചറിയാം, ഒരു ബലൂൺ ചുങ്ങുന്ന പോലെ ചുങ്ങും കേട്ടോ. ഇറ്റ് ഷുഡൻ ബി ഹറീഡ്. ഓക്കെ, പറ്റുമെങ്കിൽ കണ്ണുകൾ മെല്ലെ ഒന്ന് അടച്ചിട്ട് ആണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ടേക്ക് എ ഡീപ് ബ്രെത്ത്. കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, കുറച്ചു നേരം. എന്നിട്ട് വളരെ സ്ലോ ആയിട്ട് വായും കൂടെ തുറന്ന് പുറത്തേക്ക് വായു വിടുക. ഓക്കെ, എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ എടുക്കുക. ഒരു 6-7 തവണ അങ്ങനെ നിങ്ങൾ ശ്വാസം എടുക്കുകയും ശ്വാസം വിടുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഓക്സിജന്റെ സർക്കുലേഷൻ ഒക്കെ ആകും, നല്ലൊരു ബാലൻസിലോട്ട് വരും. എന്നിട്ട് മെല്ലെ കണ്ണുകൾ അടച്ച് ഈ അവസ്ഥയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ കാണുക. പരീക്ഷ നന്നായിട്ട് എഴുതുമെന്നല്ല, പരീക്ഷ നന്നായിട്ട് അവിടെ സമയത്തെത്തുന്നു, പരീക്ഷ നന്നായിട്ട് എഴുതുന്നു, ആത്മവിശ്വാസത്തോടുകൂടി എഴുതുന്നു, സ്പീഡിൽ കറക്റ്റായിട്ട് പരീക്ഷ എഴുതുന്നു, എല്ലാം വളരെ റിവൈസ് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു. അത് മനസ്സിൽ കാണുക. സോ ആർ യു റെഡി? ഷാൽ ഐ എൻഡ് ദിസ് പ്രോഗ്രാം വിത്ത് എ വിഷ്വലൈസേഷൻ? ആർ യു റെഡി? ഫെലിക്സ്, ആർ യു റെഡി? Yes. Okay. So I'll guide you with this. Okay, I'll guide you with this. Sit as comfortably as possible. കേട്ടോ, as comfortably as possible. കൈയും കാലും ക്രോസ് ചെയ്യാതിരുന്ന അത്രയും നല്ലത്. കൈയും കാലും ക്രോസ് ചെയ്യാതെ ഇരിക്കുകയാണ്. ഓക്കെ, ഓക്കെ. Gently close your eyes. Gently close your eyes. Gently close your eyes. Think of this date. ദിവസം, ഡേറ്റും. Say thank you for this day. Thank you, Lord. Thank you for this day. It was a beautiful day. Thank you for all the people helping me to grow. The parents, dear ones, PDMയുടെ ഭാരവാഹികൾ, ഇതിന്റെ പിന്നിൽ പ്രവർത്തികൾ, അഭിവന്യ കല്ലറങ്ങ പിതാവ് വന്നിരുന്നു, തടത്തിലച്ഛൻ വന്നിരുന്നു, ഓൾ അച്ഛന്മാര്, നിങ്ങളുടെ മെന്റർമാർ. Thank you for everyone. Take a deep breath. Hold the breath. Deeper. Breathe out. Breathe in. Breathe out. Relax. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Relax. You're totally relaxed now. See yourself as a winner. Tell yourself you're unique. I am unique. I am lovable. I am capable. I am strong. I am preparing my timetable for tomorrow. Before I go to bed today, I see myself prepare in the timetable.
I am waking at the time I have put in the timetable. I am waking up tomorrow morning joyfully, energetically, with a purpose. I am studying according to the timetable. I am improving. I relax when needed. I am getting more confident now. I'm studying well, improving. I see the day of the exam. I'm getting up in the morning. I'm reaching the exam hall. I see myself standing there confidently. I get the question paper. I am answering with speed and correctness. With speed and correctness. I am doing well in the examination hall. I see myself completing the exam. I'm so happy that I did well. And I'm handing over the answer script. I'm coming out of the exam hall happily. And I see myself reaching home and cheerfully telling my parents I have done well. I see the exam results now. And I see the marks I expected to attain. I'm so happy. I feel thrilled. Just as I expected. The high marks that I expected. I got it. Enjoy that moment. Enjoy this moment. Enjoy it. I feel happy. I'm a winner. I am successful. Gently open your eyes. Gently open your eyes and rub your hands together. Gently open your eyes. Rub your hands together. Rub it on your face. Rub it again. Rub it together. Rub it on your face. Again, rub your hands together. Rub it on your face. Okay. Okay, you can do a small part of it. You can do just the breathing. If you get tensed, you can just do the breathing and enough. If you got some more time, you can visualize what you want to happen. Okay? So this is the best way to relax, best way to get rid of negative energy or doubts that you have. And so I have given you some little tips about how to prepare for your exams and reach your victory stand, whether it be in life or in your career. I wish you all the best in your exams. I hope you enjoyed the program. Thank you so much. Sir, is there any homework? Do you have any doubts? If you have any doubts, you can send it through WhatsApp. I don't know whether you have WhatsApp there. No, I don't think all the UAE countries have WhatsApp. You can send it to one of these numbers. Okay. I hope But you. message, Master, message can go. yeah. Sir, And is there any, yes, is there any doubt? sir, is there any assignment? The assignment is prepare a timetable. Okay. Prepare a timetable. Okay. When you prepare a timetable, please remember you have a daily timetable. The 3 types of timetable. Well, when you have classes, you have got a timetable because you're spending around 6 hours in the school. Only the evening time or morning time you'll get to study. Then you have got your weekends and holidays. You should have a separate timetable for that. Then you should have a timetable for your study leave. Study leave means now you must be having the study leave. So depending on what you have, is it study leave for you now? ആണോ ഇപ്പൊ സ്റ്റഡി ലീവ് ആണോ നിങ്ങൾക്ക്? കുറച്ച് കുട്ടികൾ. കുറച്ചുകൂടെ സ്റ്റഡി ലീവ് ഉള്ളവർക്ക് സ്റ്റഡി ലീവ് നിങ്ങൾക്ക് 24 മണിക്കൂർ നിങ്ങളുടെ കയ്യിലാണ്. അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇപ്പൊ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നവര് അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കും. ഓക്കെ. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് അവധിയാണെങ്കിൽ ആ സമയത്തിന്റെ ഒരു ടൈം ടേബിൾ ഉണ്ടാകും. സാറ്റർഡേ സൺഡേയുടെ പ്രത്യേകത റിവിഷൻ ഡേയ്സും കൂടെയാണ് അത് കേട്ടോ.
ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ റിവിഷൻ എഴുതണം. അപ്പോൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന അസൈൻമെന്റ് മാത്രമായിട്ടല്ല, നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ കൂടെ ആയിട്ടാണ് കേട്ടോ. ഇതാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളുടെ പരീക്ഷാ പഠനം ഒന്നുകൂടി ഇഫക്റ്റീവ് ആക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൂളാണ് സ്റ്റഡി വിത്ത് ടൈം ടേബിൾ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് ആയിട്ടും കൂടെ എടുത്തുകൊള്ളണം. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. സോയി സാർ ആർ യു ഹിയർ? ചെസിൽ Yes, yes. സോയി സാർ ഉണ്ടോ? ഉണ്ട് സാർ, ഞാനുണ്ട്. സോയി സാർ, ജോസ് ഉണ്ടോ? ജോസ് തോമസ് സാർ കയറിയായിരുന്നു. ഞാനും ഉണ്ട്. ആ യെസ് ഉണ്ട്. Mr. Okay. Joseph Thomas is here. Huh? ഓക്കെ. ജോസ് തോമസ് സാറിനെ ഞാനൊന്ന് ജോൺ സാർ ഒന്ന് പരിചയപ്പെടുത്തുന്നോ? ഇല്ല സാർ, സാർ കറക്റ്റ് ടോമി സാർ തന്നെ പരിചയപ്പെടുന്നതാണ് ഓക്കെ. നല്ലത്. നമ്മുടെ ഓർമ്മ ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ ഓവർസീസ് മലയാളീസിന്റെ ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ്. അത് അമേരിക്ക ബേസ് ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പം വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. മലയാളികളാണ് അതിന് നേതൃത്വം നൽകുന്ന, പ്രവാസി മലയാളികൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ്. 3 വർഷം മുമ്പ് തുടങ്ങിയ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ അത് പോപ്പുലറൈസ് ചെയ്യാൻ, പ്രത്യേകിച്ച് മലയാളികൾക്ക് പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ഓർമ്മ ഇന്റർനാഷണല് വിവിധ ആക്ടിവിറ്റീസ് അതിനുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് എടുത്തത് പബ്ലിക് സ്പീക്കിംഗ് ആണ്. ആ പബ്ലിക് സ്പീക്കിംഗ് പോപ്പുലറൈസ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു ടാലന്റ് പ്രൊമോഷൻ ഫോറം ഹെഡ് ചെയ്യുന്നത് പാലക്കാരൻ കൂടെ ആയ ജോസ് ആവിമുട്ടിലാണ്. എൻ്റെ ഒരു സ്റ്റുഡന്റും കൂടെ ആയതിൽ ഒത്തിരി അഭിമാനം. അപ്പോൾ 2 തവണ നമ്മളിപ്പോൾ അതിന്റെ ഇന്റർനാഷണൽ ലെവൽ മത്സരം നടത്തി, പ്രസംഗ മത്സരം നടത്തി. ഈ പ്രസംഗ മത്സരത്തിൽ നിങ്ങൾ ആദ്യത്തെ ലെവലിൽ നിങ്ങൾ പങ്കെടുത്തതിന് ശേഷം ആണ് നിങ്ങൾ മത്സരത്തിലേക്ക് വരുന്നത്. എൻ്റെ 1ാം സമ്മാനം 1 ലക്ഷം രൂപയാണ് കേട്ടോ. 1 ലക്ഷം രൂപയാണ് 1ാം സമ്മാനം. ഒരു മെഗാ പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് പ്രസംഗ മത്സരത്തിൽ ഇത്രയും തുക സമ്മാനം നൽകി ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം എൻ്റെ അറിവിലില്ല. ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഒക്കെ ഉണ്ട്. അത് ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന, മലയാളീസിനുമായിട്ട് മാത്രമുള്ളതല്ല, മലയാളീസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്രയും വലിയൊരു പ്രോഗ്രാം വേറെ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന്റെ ഈ അടുത്ത എഡിഷന് ഉടൻ തന്നെ വരുന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. സ്ക്രീൻ ഒന്ന് ഓക്കെ. ഹലോ, താങ്ക് യു ടോമി സാർ. ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകള്. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് റെഡിയാകുന്ന കുട്ടികൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഞാൻ അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഇന്ന് രാവിലെ വീട്ടിൽ വന്ന് ഒരാഴ്ചത്തെ ഒരു വെക്കേഷന് വേണ്ടി വന്നതാണ്. പ്രോഗ്രാം, നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ പ്രസംഗ മത്സരം, നിങ്ങൾക്കെല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന പ്രസംഗ മത്സരവും പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങും കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആണിത്. ഇതിന്റെ 3ാമത്തെ സീസണാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മാർച്ച് 26-ാം തീയതി വരെ നിങ്ങൾക്ക് ആദ്യ റൗണ്ടിലേക്ക് ആപ്ലിക്കേഷൻസ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ തന്നിരിക്കുന്ന വിഷയം വേൾഡ് പീസ് എന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് 3 മിനിറ്റുള്ള ഒരു വീഡിയോ സ്പീച്ച് രജിസ്ട്രേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യുകയാണ് ആദ്യത്തെ പടി. 3 റൗണ്ടുകളിൽ നടക്കുന്ന ഒരു മത്സരമാണ്. 2025 ഓഗസ്റ്റ് 8, 9 തീയതികളിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ വെച്ചായിരിക്കും അതിന്റെ ഫിനാലെ നടക്കുക. ഈ ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ, ടോമി സാറ്, ജോർജ് സാറ്, സോയ് സാറ്, ചെസിൽ സാറ്, ഇങ്ങനെ എല്ലാവരും ഈ ഒരു മത്സരവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു, എസ്പെഷ്യലി പേരൻസ്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും പബ്ലിക് സ്പീക്കിംഗ്, ലീഡർഷിപ്പ് സ്കില്ലുകൾക്ക് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൂടെ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതം വളരെയേറെ വിജയപ്രദമാകും. അപ്പൊ അതിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. മത്സരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഗ്രൂപ്പിൽ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനും ടീം മെമ്പേഴ്സും ഇതിന്റെ ലീഡേഴ്സും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് കുര്യാക്കോസ് അച്ഛനും ഇതിന്റെ സംഘാടകർക്കും നന്ദി പറയുന്നു. താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു ജോസ് സാറേ. താങ്ക് യു ടോമി ചെറിയാൻ സാറേ. പ്രത്യേകമായിട്ട് വളരെ എനിക്ക് ഫീൽ ചെയ്തത്
വർഷങ്ങൾ മുമ്പ് സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത സെൻറ് തോമസ് കോളേജിലെ ക്ലാസ് റൂമിൻ്റെ ഒരു റിപ്പറ്റീഷൻ ആയിരുന്നു. എന്നാലും നല്ല ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു പ്രത്യേകം ടോമി ചെറിയാൻ സാറേ. ഞങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷയിൽ വളരെ എന്താണ് ഈസി ആയിട്ട് എന്താ പണ്ടൊക്കെ ഞങ്ങളോട് സാറ് പറഞ്ഞ പോലെ എന്താണ് പരീക്ഷയെക്കുറിച്ച് പേടിക്കുന്നതെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ അതേ ഫീലാണ് വന്നത്. തീർച്ചയായും ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് ഈ 10th 12th ബോർഡ് എക്സാമിന് വേണ്ടി പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു അനുഭവമായി എന്ന് തന്നെ കരുതുന്നു. എന്ത് പറയുന്നു മക്കളെ? And from my side, all the best to all those who are writing the exams. All the best. Okay. But exam എന്താ മറുപടി എന്നാ? ഹലോ, എക്സാം ഈസി. ആ ടോൺ ശരിയായില്ല. എക്സാം ഈസി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് വിഷ് യു എ ഹാപ്പി ആൻഡ് ഈസി എക്സാം. ഓക്കെ, താങ്ക് യു. സാറിനോട് പിള്ളേരെല്ലാം ഒറ്റ സ്വരത്തിൽ ഒരു താങ്ക്സ് പറഞ്ഞേ. താങ്ക് യു ടോമി സാർ എന്ന് പറഞ്ഞേ. Thank you, Tommy sir. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ്. അച്ഛൻ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വിളിച്ചാലോ? ഇല്ല, നമുക്ക് മുന്നോട്ട് പോകാം. സമയം ഒത്തിരി ആകുന്നുണ്ടല്ലോ. ജോൺ സാറെ, നമ്മുടെ ക്ലാസിന്റെ കാര്യത്തെ കുറിച്ചൊന്ന് അനൗൺസ് ചെയ്യുന്നില്ലേ? ഓക്കെ. അത് ജോർജ് സാറിന് എനിവേ ഞാൻ ആരംഭത്തിൽ പറഞ്ഞായിരുന്നു, നമുക്ക് കുട്ടികളുടെ പരീക്ഷകളൊക്കെ വരികയാണ്, ആനുവൽ എക്സാംസ് വരികയാണ്. പേരൻസിന്റെയും മെന്റേഴ്സിന്റെയും ഒക്കെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സെഷൻസ് ഉണ്ടാവത്തില്ല. അതേ തുടർന്ന് ഏപ്രിൽ മാസം 2ാമത്തെ വെള്ളിയാഴ്ച മുതൽ നമ്മൾ മുൻപ് നടത്തിയിരുന്നത് പോലെ തന്നെ സെഷൻസ് കണ്ടിന്യൂ ചെയ്യും. ജൂനിയേഴ്സിനും സീനിയേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട്. പ്രത്യേകിച്ച് വേറെ അനൗൺസ്മെന്റ് ഒന്നുമില്ല. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലും നിങ്ങളുടെ മെന്റേഴ്സ് വഴി നിങ്ങളെ അറിയിച്ചോളാം. താങ്ക് യു ജോൺ സാറേ. അപ്പൊ നമ്മുടെ ഏതാണ്ട് സമാപന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നന്ദി പ്രകാശനമാണ്. പ്രത്യേകമായിട്ട് ഇന്നത്തെ പ്രിയപ്പെട്ട ഡയറക്ടർ കുര്യാക്കോസ് വെള്ളച്ചാലച്ച, അതുപോലെ വിശിഷ്ട അതിഥിയായി നമുക്ക് അനുഗ്രഹ സന്ദേശവും ദൈവാനുഗ്രഹം പ്രത്യേകമായി ബ്ലെസ്സിങ് നൽകിയ നമ്മുടെ അഭിവന്ദ്യ പാലാരൂപതയുടെ അഭിവന്ദ്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട് പിതാവ്, അതുപോലെ നമ്മുടെ പ്രവാസി കാര്യാലയത്തിൻ്റെ കൂടി കാര്യം വഹിക്കുന്ന വികാരി ജനറൽ തടത്തിലച്ചൻ, അതുപോലെ നമ്മുടെ ഡയറക്ടേഴ്സായി നമ്മളോട് കൂടെയുള്ള നമ്മുടെ ജോയിന്റ് ഡയറക്ടേഴ്സായിട്ടുള്ള മാണി കൊഴുപ്പൻകുട്ടിലച്ഛനും ജോർജ് നെല്ലിക്കലച്ഛന്, അതുപോലെ PDMA മിഡിൽ ഈസ്റ്റിൻ്റെ ജനറൽ കോർഡിനേറ്റർ സുബി സാറ്, അതുപോലെ ടോപ്പിൻ്റെ കോർഡിനേറ്റർ ജോൺ സാറ്, അതുപോലെ തന്നെ സെസില്, ജോബിൻസ്, IV, അതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ നെടുന്തൂണായിട്ട് നമ്മളെ താങ്ങി നിർത്തുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ടോമി ചെറിയാൻ സാറാണ്. സാറിൻ്റെ വില്ലിങ്നെസ്സും ഒപ്പം സാറ് ഓരോ ക്ലാസ്സുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്ന എല്ലാ കുട്ടികൾക്കും ആ എക്സാം എങ്ങനെ വേണമെന്ന്, പരീക്ഷയെക്കുറിച്ചുള്ള ഒരു പണ്ടുണ്ടായിരുന്ന കൺസെപ്റ്റുകളെല്ലാം മാറി ഒരു പുതിയൊരു ഒരു വീക്ഷണം കിട്ടിയ വിഷൻ കിട്ടിയ ഒരു ദിവസമാണ്. തീർച്ചയായും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നൽകിയ നമ്മുടെ ഓരോ വ്യക്തികളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആദ്യമേ തന്നെ ഇതിന് നേതൃത്വം നൽകുവാനായിട്ട് മുന്നോട്ട് വന്ന, നമുക്ക് വേണ്ടി വളരെ സമയം കണ്ടെത്തി തൻ്റെ മക്കളോട് കൂടി ആയിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് പ്രത്യേകമായ സന്ദേശവും അനുഗ്രഹ സന്ദേശവും അതുപോലെ തന്നെ പ്രത്യേകമായ അനുഗ്രഹവും നൽകിയ നമ്മുടെ പിതാവിന് നമുക്ക് എല്ലാവരുടെയും പേരിൽ നമുക്ക് ഏറ്റവും ഹൃദ്യമായി കൃതജ്ഞത, നന്ദി അർപ്പിക്കാം. ഇനി നമ്മളോട് കൂടി എപ്പോഴും പ്രവാസി PDMAയുടെ എന്ത് പരിപാടികൾക്ക് നമ്മളോട് കൂടി നടക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രോട്ടോസ്റ്റന്റ് ജൂലിയോസ് വികാരി ജനറൽ തടത്തിലച്ഛന്, ജോസഫ് തടത്തിലച്ഛന്, ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ സെന്റ് തോമസ് കോളേജിൻ്റെ അൽഫോൻസ കോളേജിൻ്റെ ഒക്കെ ചാർജ് അച്ഛനാണ്. എപ്പോഴും ആ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് അച്ഛൻ എടുക്കുന്നത് കാര്യങ്ങൾ. അച്ഛനെയും പ്രത്യേകമായി നന്ദിയോടെ നമുക്ക് എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട തടത്തിലച്ഛനും നമുക്ക് നന്ദി അർപ്പിക്കാം.
അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി, എന്നാൽ എല്ലാം നമ്മളെ കൊണ്ട് നമ്മൾ നടത്തണം എന്ന് നിഷ്കർഷ പിടിക്കുന്ന നമ്മുടെ ഡയറക്ടർ അച്ഛനാണ് വെള്ളച്ചാലിൽ അച്ഛൻ. കാരണം ആദ്യമേ തന്നെ അച്ഛൻ പറഞ്ഞു, ഒരു പ്രോഗ്രാമിലും എൻ്റെ പേര് വിട്ടേക്കരുത്. അപ്പോൾ അച്ഛൻ ആദ്യമേ ആ ഇൻട്രൊഡക്ഷനോട് കൂടി, പിന്നെ സാധാരണ മറ്റുള്ള പരിപാടികൾക്കൊക്കെ ആണെങ്കിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത് വരും. പക്ഷേ അച്ഛൻ ആ കാര്യങ്ങളെല്ലാം വളരെ ഏറ്റവും ഭംഗിയായി പിന്നിൽ നിന്നുകൊണ്ട്, എന്നാൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി. ഇതിനെല്ലാം വേണ്ടതായ ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പം തന്നെ പിതാവിൻ്റെ അവൈലബിലിറ്റി എല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തന്നുകൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ PDMA ഡയറക്ടർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വെള്ളച്ചാലിലച്ഛന് PDMA പേരിലുള്ള നന്ദി ഏറ്റവും ഹൃദ്യമായി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ജോയിന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വെള്ളച്ചാലത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാണി കൊഴുപ്പൻകുടിലച്ഛനെയും ജോർജ് നെല്ലിക്കലച്ഛനെയും രണ്ടുപേരും നമ്മളോട് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും രണ്ടുപേർക്കും എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി നന്ദിയുടെ നിർമ്മലകൾ നേർന്നുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ PDMA മിഡിൽ ഈസ്റ്റിനെ ഗ്ലോബൽ തലത്തിലുമുണ്ട്, എങ്കിലും ഇത് മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ടോപ്പ് തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. പ്രത്യേകിച്ച് പാലായിൽ നിന്ന് പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ആ മിഡിൽ ഈസ്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമുക്ക് ഹെൽത്ത് കാർഡ് മെഡിസിറ്റിയുമായിട്ട് അറേഞ്ച് ചെയ്തു ബഹുമാനപ്പെട്ട SB സാറിൻ്റെ നേതൃത്വത്തിൽ. തീർച്ചയായും ഇപ്രാവശ്യവും അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷയെക്കുറിച്ചുള്ള എക്സാമിനെ കുറിച്ചുള്ള ടെൻഷൻസും അതെല്ലാം ഒന്ന് മാറ്റിക്കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനും നേതൃത്വം നൽകുവാൻ നമ്മുടെ മിഡിൽ ഈസ്റ്റിൻ്റെ ജനറൽ കോർഡിനേറ്ററായ SB പോൾ സാറാണ് വന്നത്. പ്രത്യേകിച്ച് SB പോൾ സാറിനെ, അതേപോലെ തന്നെ SB പോൾ സാറിൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സായ രജിത്ത്, അതുപോലെയുള്ള ബാക്കിയുള്ള എല്ലാ മിഡിൽ ഈസ്റ്റ് ടീം അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി വരുമ്പോൾ ടോപ്പിന് നേതൃത്വം നൽകുന്ന ജോൺ കരവേലി സാറ്, അതുപോലെയുള്ള ചെസ്സില് ജോബിൻസ്, IV, അതുപോലെ ആ ടീമിലുള്ള റോയ് സാറ്, നാട്ടിൽ നിന്ന് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റോയ് സാറ്, അപ്പോൾ എല്ലാവരെയും ടോപ്പിൻ്റെ ടീമിലുള്ള എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. ഇനി അതുപോലെ തന്നെ ഈ ടോപ്പ് നല്ല രീതിയിൽ അതിൻ്റെ നമ്മുടെ ഓരോ സെക്ഷനും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ ടോമി ചെറിയാൻ സാറും, അതുപോലെ സോയി സാറ്, ജോർജ് കർണക്കൽ സാറ്, അവരൊരു ടീമാണ്. ആ ടീമിനെ ഒരിക്കലും നമുക്ക് കുട്ടികളൊക്കെ ഇപ്പം എപ്പോഴും മിക്കവാറും തന്നെ പല കുട്ടികളും ഞങ്ങളെ കാണുമ്പോഴേക്കും പറയും, എന്നോട് ചിലപ്പോൾ പറയും, ഇവിടെ വെച്ച് ടോമി സാറിനേക്കാളും ഞങ്ങൾക്ക് അറിയാവുന്ന ഇപ്പോൾ ടോമി ചെറിയാൻ സാറിൻ്റെയും ടീമിനെയാണ്. ടോമി ചെറിയാൻ സാറ് പല ക്ലാസ്സുകളും പരിപാടികളൊക്കെ നല്ല ഇതാണ് എന്ന് പറഞ്ഞ്, അപ്പോൾ ആ കുട്ടികളുടെ ഒക്കെ ഹൃദയത്തിൽ സാറിൻ്റെ പേര് വന്നു. തീർച്ചയായും സാറിൻ്റെയും ടീമിനെയും പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് ലീഡ് ചെയ്തതിന് സാറിന് പ്രത്യേകമായി ഞങ്ങളുടെ PDMA പേരിലുള്ള ടോപ്പിൻ്റെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു ടോമി സാറേ. ഇനി ഇന്നത്തെ ഈ പരിപാടിക്ക് നമുക്ക് സൂം അഡ്മിനായിട്ട് നമ്മളെ എല്ലാം കൃത്യമായ രീതിയിൽ വേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നൽകിയത് PDMA കുവൈറ്റിൻ്റെ ജനറൽ കോർഡിനേറ്ററായ ജോബിൻ സ്റ്റോൺ പാലാട്ടാണ്. അദ്ദേഹം നേരത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ഡെലിഗേറ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തിയ നമ്മുടെ ജോബിൻസിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഈ പരിപാടി എനിക്ക് തോന്നുന്നത് നല്ലൊരു വിജയമാക്കിയത് നമ്മുടെ ഓരോ കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ്. എല്ലാ കാര്യങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്ന എല്ലാ മാതാപിതാക്കൾക്കും, അതുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെൻറ്റേഴ്സ്, ഓരോ മെൻറ്റേഴ്സും ടോമി സാറൊക്കെ പറയുമ്പോൾ കുട്ടികളെ കൃത്യം നോക്കുന്ന നമ്മുടെ മെൻറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി PDMAയിലുള്ള ഓരോ കോട്ടീം, എനിക്കൊന്ന് ഇസ്രായേലിൽ നിന്നൊക്കെ പല സ്ഥലത്തുനിന്നും എല്ലാ വ്യക്തിത്വങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഓരോ വിജയവും. അതിനുവേണ്ടി നമ്മുടെ വെള്ളച്ചാൽ അച്ഛനോടൊപ്പം കൂട്ടായ്മയോട് കൂടി നമ്മുടെ പാലാ രൂപതയിൽ നാം ഒരു കുടുംബം എന്നതാണ് നമ്മുടെ ലോഗോ അല്ലെങ്കിൽ തീം. ആ തീമിൽ ഒന്നിച്ചു നിൽക്കുന്ന എല്ലാ പാലാ രൂപതയുടെ മക്കൾക്കും എല്ലാവരുടെയും പേരിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.